ഇവിടെ നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, ഭീകരവാദം നടത്തിയ ചെങ്കോട്ടയ്ക്ക് സമീപം ഒരു മുസ്ലിം സ്ത്രീ ഉൾപ്പെടെ ആളുകളെ കൊന്ന ഭീകരവാദികൾക്കെതിരെ ഇവിടുത്തെ ഒരു മതപണ്ഡിതനും സംസാരിച്ചിട്ടില്ല. വേറെ ഏതെങ്കിലും ഒരു രാജ്യത്തായിരുന്നെങ്കിൽ കലാപം പൊട്ടിപ്പുറപ്പെട്ടേനെ. ഇന്ത്യ ഹൈന്ദവ സംസ്കാരം പേറുന്ന രാജ്യമായതുകൊണ്ട് അവിടെ യാതൊരുവിധ കലാപവും പൊട്ടിപ്പുറപ്പെട്ടില്ല. നമുക്കറിയാം, ബാബറി മസ്ജിദ് എന്ന് പറയുന്ന കാലഹരണപ്പെട്ട ഒരു പള്ളി, നിസ്കാരങ്ങൾ നടക്കാത്ത ഒരു പള്ളി, ആ പള്ളി ശ്രീരാമക്ഷേത്രത്തിന് മുകളിൽ നിർമ്മിച്ചതാണ്. അവിടെയാണ് ഇന്ന് നമ്മളിപ്പോൾ പറയുമ്പോൾ ധ്വജാരോഹണം നടക്കുന്നത്. ആ ഒരു പള്ളിയുടെ ഒരു സ്ട്രക്ചർ തകർത്തു എന്ന് പറഞ്ഞപ്പോഴത്തേക്കും ബംഗ്ലാദേശിൽ എത്ര ക്ഷേത്രങ്ങളാണ് ഇല്ലായ്മ ചെയ്തത്. പക്ഷേ അവിടുത്തെ ജമാഅത്തെ ഇസ്ലാമിയുടെ നേതൃത്വത്തിൽ അവിടുത്തെ ഹിന്ദു ക്ഷേത്രങ്ങൾ, ബുദ്ധദേവ ആരാധനാലയങ്ങൾ, പഗോഡകൾ, സിഖ് ക്ഷേത്രങ്ങൾ, ഗുരുദ്വാരകൾ, ക്രിസ്ത്യൻ പള്ളികൾ ഒക്കെ തകർത്ത് കഴിഞ്ഞിട്ടും ഇന്ത്യയിൽ അതിനൊരു പ്രതികാരം ഉണ്ടായോ? ഏതെങ്കിലും മസ്ജിദിന് നേരെ ആക്രമണം ഉണ്ടായോ? അതാണ് ഇന്ത്യൻ സംസ്കാരം, അതാണ് ഹിന്ദുത്വം. അതെ, അത് തന്നെയാണ് ഹിന്ദുത്വം. അതാണ് ഇന്ത്യയുടെ മതേതരത്വത്തിൻ്റെ ആണിക്കല്ല്. ഇത് മനസ്സിലാക്കാതെ ഈ ഭീകരവാദികൾ ഇന്ത്യ മുഴുവൻ നശിപ്പിക്കാനിരുന്നു. അതിൽ മുസ്ലിങ്ങളും പെടും. ലോകത്തെ ഏറ്റവും കൂടുതൽ മുസ്ലിം ജനസംഖ്യയുള്ള രാജ്യങ്ങളിൽ ഒന്നാണ് ഇന്ത്യ.